ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇടുക്കി വന്നു. ഒരു അരമണിക്കൂർ ആയുള്ളൂ വന്നിട്ട്. സമയം 9 മണി. ഒരു 8:30 ആയപ്പോഴത്തേക്കാണ് എത്തിയത്. രാത്രി ഒരു 2 മണിയോടുകൂടിയാണ് അവിടെ നിന്ന് തിരിച്ചത്. ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഉറക്കമൊക്കെ വന്നു. പിന്നെ സൈഡിലേക്ക് നിർത്തിയിട്ടൊക്കെ കുറച്ച് സമയമൊക്കെ ഉറങ്ങിയിട്ടൊക്കെ പോരുകയൊക്കെയായിരുന്നു. ഞാൻ വന്ന വഴിയിലെ കുറച്ച് വീഡിയോസ്, ഏലപ്പാറോട്ടുള്ള വീഡിയോസ് ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഫ്രണ്ട്സ് നാട്ടിലെ കുറച്ച് വീഡിയോസൊക്കെ പോകുന്ന വഴിയിലെ കുറച്ചൊക്കെ വീഡിയോസ് പറ്റുകയാണെങ്കിൽ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഏലപ്പാറോട്ടുള്ള വീഡിയോസാണ്. പിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ട് അടുക്കാറാകുമ്പോഴുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വീഡിയോയോട് കൂടെ ഞാൻ ഡീറ്റെയിൽസ് ഇടാം. പിള്ളേർ 4 പേരോടെ കിടന്ന് പഴക്കം. ഇവിടെ ചേട്ടൻ്റെ 2 കുട്ടികൾ, പിന്നെ നമ്മൾ 2 പിള്ളേർ. അപ്പോൾ എല്ലാവരുടെ ചെറിയ ഓളവും അല്പമൊക്കെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർ എൻജോയ് ചെയ്യണം. ശരി, ബാക്കിയുള്ള വരും വീഡിയോസ്. ഇത് കുട്ടിക്കാനത്തുനിന്ന് വരുന്ന വഴിയാണ്. കുട്ടിക്കാനത്ത് വെച്ചാൽ നല്ല തണുപ്പുള്ള നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഈ ഈയിടെയായിട്ട് റോഡൊക്കെ ഒന്ന് അവർ ക്ലിയർ ചെയ്തായിരുന്നു. ചപ്പാത്ത് വരെയുള്ള റോഡ് നല്ല അടിപൊളിയാക്കി. നല്ല രസമാണ് ഇപ്പോൾ അതുവഴി വരാൻ. പിന്നെ നല്ല കാറ്റ്, ഗ്ലാസ്സൊക്കെ താത്തിട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റൊക്കെ വീശി ഇങ്ങനെ ഈ തൈലമൊക്കെ കണ്ട് ഭയങ്കര രസമാണ്. നല്ലൊരു വൈബാണ്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കിയിൽ തന്നെ ഏറ്റവും നല്ല മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ഈ കുട്ടിക്കാനം, ഏലപ്പാറ, അതിനിടയ്ക്കുള്ള സ്ഥലങ്ങളൊക്കെ. ഇപ്പോൾ റോഡൊക്കെ പണിതുകൊണ്ട് നല്ല ട്രാവലിംഗ് ഒക്കെ ആണെങ്കിലും നല്ല സുഖമാണ്. പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സമയത്തൊക്കെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട്. മഴയൊക്കെ ഒന്ന് മാറി വന്ന സമയമല്ല. നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമായിട്ട് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം അത്ര ഭംഗിയാണ് അവിടെ കണ്ടു കഴിഞ്ഞാൽ. നല്ല അവിടെ ഒരുപാട് പേര് ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുന്നു. രാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ കുറച്ച് തണുപ്പുമുണ്ട്. അതുകൊണ്ട് അധികം ആൾക്കാർ അവിടെ ഇല്ല. ഇടുക്കി എന്ന് പറയുമ്പോൾ പൊതുവേ രാത്രിയിൽ സഞ്ചാരം വളരെ കുറവാണ്. പിന്നെ രാവിലെ സമയങ്ങളിലൊക്കെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു ഉച്ച സമയത്തോട് അല്ലെങ്കിൽ വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കും ഒരുപാട് ആളുകളൊക്കെ അവിടെ നിൽക്കും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെയാണ് ഈ ഒരു സ്ഥലങ്ങൾ. അപ്പോൾ ഇതിനിടയ്ക്കാണ് ചെറിയ വെള്ളച്ചാട്ടവും ഇതൊക്കെ ഉള്ളത്. ഇതിനിടയ്ക്കാണ് വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ ചെറിയൊരു വെള്ള ഒഴുക്ക്, അത്രേ വെള്ളച്ചാറ് അത്രേ ഉള്ളൂ. ഇത് അഞ്ചുരുളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്ത സ്ഥലമാണ്. അഞ്ചുരുളിയെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. മുന്നേ കണ്ട അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായിരുന്നു. അവന്ന് ഏകദേശം ഒരു വീടിൻ്റെ റൂട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു 20 കിലോമീറ്റേഴ്സൊക്കെ ഏകദേശം കഴിയുമ്പോഴത്തേക്ക് ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു ചെറിയൊരു അണക്കെട്ടുണ്ട്. ഇരട്ടയാർ ഡാം എന്നാണ് അറിയപ്പെടുന്നത്. ഇരട്ടയാർ നോർത്ത് അണക്കെട്ടാണത്. അപ്പോൾ അതിൻ്റെ ജലാശയമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ജലാശയത്തിൽ നിന്ന് ഒരു ടണലുണ്ട്. ആ ടണൽ വഴി വെള്ളം ഇടുക്കി ഡാമിൻ്റെ റിസർവറിലേക്ക് വെള്ളം കൊണ്ടേ എത്തിക്കുന്ന സ്ഥലമാണ് ഈ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലം. അഞ്ചുരുളി ശരിക്കും പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമൊന്നുമില്ല. ഇവിടുത്തെ ഈ വെള്ളം ഈ ഒരു റിസർവറിൽ നിന്നും ഒരു ടണൽ വഴി, വലിയൊരു ടണലാണ്, അതിങ്ങനെ ഭൂമിക്കടിയിൽ കൂടെ തന്നെ തുരന്ന് അത് അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളം കൊണ്ട് ചാടിക്കുകയാണ്. ഇത് എഴുകുമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്കുള്ള റോഡാണ്. ഇവിടുത്തെ റോഡിൻ്റെ പണിയൊക്കെ നടന്നിരിക്കുന്നത്. ഏകദേശം ഒരു 3 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പം ഞാൻ ഈ വഴിയിലൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ സ്കൂളുകളിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്തത്. 1 to 4 ഞാൻ പഠിച്ചത് ഈ എഴുകുമേൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം 3.5 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇതൊക്കെ ഈ വഴിയൊക്കെ നടന്ന് ഭയങ്കര നഷ്ടമുള്ള സ്ഥലമാണ് ഇതൊക്കെ.
ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ടാർഗറ്റ് ചെയ്തൊക്കെ പോയി. ഇപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ പണിയൊക്കെ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനത് കുറച്ച് ഫാസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് സ്പീഡിൽ വിടുകയാണ്. കാരണം കുറേ സമയമുണ്ട്, കാണേണ്ടവർക്ക് ഇത് കാണാം. അടുത്തൊരു ഒരു ഗ്രാമപ്രദേശമാണ്, മലയോര മേഖലയാണ്. ഏകദേശം 1.5 കിലോമീറ്റർ ഒരു കയറ്റമാണ്. അപ്പോൾ ആ കയറ്റം ഇങ്ങനെ കയറി വന്ന് മുകളിൽ വന്നതിന് ശേഷം പിന്നെ കുറച്ച് നിരപ്പ്, പിന്നെ ഒരു ഇറക്കം, അങ്ങനെ ചെല്ലുന്നതാണ് വീടിൻ്റെ അങ്ങോട്ട് എത്തുന്നത്. ഈ അക്കരെ കാണുന്ന സ്ഥലം, ആ ഒരു മല, ഈ നിര കാണുന്നതല്ല, അങ്ങേയറ്റത്ത് കാണുന്ന മല എന്ന് വെച്ചാൽ തോപ്രാംകുടി എന്ന സ്ഥലമാണ്. പലർക്കും പരിചയമുള്ള ഒരു പേരാണ് തോപ്രാംകുടി. ഒരു സിനിമ, തോപ്രാംകുടിയുടെ ബേസ് ചെയ്തിട്ടൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സിനിമ എന്ന് വെച്ചാൽ മഹേഷിൻ്റെ പ്രതികാരമാണ്. അത് ഈ പ്രകാശ് എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും ആ കാണുന്ന സ്ഥലം പ്രകാശാണ്, അതിൻ്റെ അപ്പുറമാണ് തോപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ പരിചയമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇതാണ് എൻ്റെ ഗ്രാമം. ഇവിടെ ഈ ഒരു ജംഗ്ഷൻ ഇവിടെയാണ് നമ്മുടെ വീട്. ഞങ്ങളൊക്കെ പണ്ടൊക്കെ പറഞ്ഞ സിറ്റി, ഞങ്ങൾ സിറ്റിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിറ്റി ചെയ്തായിരുന്നു. കടയൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ സിറ്റി ചെയ്താണ്. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് വീട്. അപ്പം ഞാനിവിടെ വണ്ടി നിർത്തിയത് ഞാൻ പറഞ്ഞില്ലായിരുന്നു വീട്ടിൽ, ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിള്ളേർക്കും അമ്മയ്ക്കും പപ്പയ്ക്കും. അപ്പോൾ അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞാൻ ജനിച്ച് വളർന്ന വീടാണിത്. സന്തോഷമുണ്ട്, കാരണം നാട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര രസമുള്ളതാണ്. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക്സ് വെരി മച്ച്.